എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ അവസാന ബജറ്റ് ഈ മാസം 29-ന് നടക്കും. പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 29-ാം തീയതി അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കുതിപ്പുണ്ടായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. മാധ്യമ മേഖലയിലുള്ളവരുമായി പ്രീ ബജറ്റ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ ക്ഷേമ ബജറ്റായിരിക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വൃദ്ധ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരുടെ ജനസംഖ്യ ശതമാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. വയോജന ആനുകൂല്യ സാമൂഹ്യക്ഷേമ സംവിധാനം സംസ്ഥാനത്ത് അനിവാര്യമായിരിക്കുന്നു. സർക്കാരിന്റെ നയപരിപാടികളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന്റെ അത്താണിയാകും എന്നും അതിന് അനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് എന്നും അത് തുടരും എന്നും സർക്കാരിന്റെ വരുമാനം ലോട്ടറിയും മദ്യവുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോട്ടറിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മൊത്തം വരുമാനത്തിന്റെ 3% മാത്രമാണ്. ലോട്ടറിയെ തൊഴിൽ ക്ഷേമ പദ്ധതികളായിട്ടാണ് സർക്കാർ കാണുന്നത്. 5 വർഷമായി മദ്യത്തിന്റെ നികുതി കൂട്ടിയിട്ടില്ല. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണത്. കേന്ദ്ര സർക്കാർ കഴുത്ത് ഞെരിക്കുമ്പോഴും സംസ്ഥാനം കൊതിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ധനമന്ത്രി പറഞ്ഞതിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നും വന്നു വാർത്തയുടെ അടിസ്ഥാനത്തിലും പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 4 നാൾ അവശേഷിക്കുമ്പോൾ നിയമസഭാ ഇലക്ഷന് വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റിൽ ഉണ്ടാകുക. ക്ഷേമ പെൻഷൻ വർധനവ്, റബ്ബറിന് താങ്ങുവില വർധനവ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങിയവ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകും എന്ന് വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ 2000-ൽ നിന്നും 2500-ലേക്ക് എത്തിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ക്ഷേമ പെൻഷൻ 2500-ലേക്ക് എത്തിക്കും എന്നുള്ളത് LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ചെയ്യുന്നതേ പറയൂ എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പലതവണ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യമാണ് 2500-ലേക്ക് എത്തിക്കും എന്ന്. അത് ഇനി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ബജറ്റിൽ തന്നെയാണ്. വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ 500 തന്നെയാകും വർദ്ധിപ്പിക്കുക. 2500-ലേക്ക് പെൻഷൻ എത്താൻ സാധ്യതയുണ്ട്. ഈ മാസം, അതായത് ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. നാളെ വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും ഓഫീസുമായി കഴിഞ്ഞ ദിവസം നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ 27-ാം തീയതി വിതരണം നടക്കും എന്ന് പറഞ്ഞു. നാളെ രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുകയാണ് എങ്കിലും പെൻഷൻ വിതരണം നടക്കുകയാണ് എങ്കിൽ ഓൺലൈൻ ഇടപാടായതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും. മറ്റന്നാൾ മുതൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് സജീവമാകും. ഈ മാസം 30-ഓടുകൂടി കയ്യിലും പെൻഷൻ വിതരണം സജീവമാകുന്നതാണ്. അടുത്ത മാസം 5-ഓടുകൂടി എല്ലാവർക്കും ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എത്തിച്ചേരുന്നതുമാണ്. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ സ്റ്റോറുകളായിട്ട് മാറിയിട്ടുള്ള റേഷൻ കടകൾ വഴി ഇനി ബാങ്ക് ഇടപാടുകൾ നടത്താം. സ്റ്റോറുകൾ വഴി പണം ഇടപാട് നടത്താനുള്ള സൗകര്യമൊരുക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി SBI ഉൾപ്പെടെയുള്ള 19 പ്രമുഖ ബാങ്കുകളുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടു. സാധാരണക്കാർക്ക് വീട്ടിനടുത്ത് തന്നെ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രാഥമിക ഘട്ടം എന്ന നിലക്ക് 10,000 രൂപ വരെയുള്ള പണമിടപാടുകൾ സ്റ്റോറുകൾ വഴി അനുവദിക്കും. ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സിസ്റ്റം ePOS വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുക. അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാനും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷിതമായ ഇടപാടാണ് എന്ന് ഉറപ്പാക്കാനും സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുക തന്നെയാണ്. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 225 രൂപ വർദ്ധിച്ച്
14,915 രൂപയും പവന് 1,800 രൂപ വർദ്ധിച്ച് 1,19,320 രൂപയുമായിട്ടുണ്ട്. 6 മാസം കൊണ്ട് 1,80,000-ൽ എത്തും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. SIR കരടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത 2026 ഏപ്രിൽ 1 മുമ്പ് 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ ആളുകളും ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടതാണ്. ഇനി 4 ദിവസം മാത്രമാണുള്ളത്. ഈ മാസം 30 വരെയാണ് അതിനുള്ള അവസരമുള്ളത്. 18 വയസ്സ് 2026 ഏപ്രിൽ 1 പൂർത്തിയാകുന്ന മക്കളുള്ള രക്ഷിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കണം. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പൗരത്വം അത് വലിയൊരു വിഷയം തന്നെയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും തിരക്ക് കൂടുകയാണ്. എല്ലാ രക്ഷിതാക്കളും മക്കളെ ചേർക്കാൻ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുക. സംസ്ഥാനത്ത് കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കരണങ്ങളും കാരണം റോഡിലിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 2 ചക്ര, 3 ചക്ര, 4 ചക്ര അല്ലെങ്കിൽ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ഫൈൻ കിട്ടും, അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കും, ലൈസൻസ് റദ്ദാക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം നിങ്ങളറിയാതെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ലൈസൻസ് കിട്ടിയവർക്ക് വീണ്ടും ടെസ്റ്റ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഡ്രൈവിംഗ് വൈവിധ്യം പരിശോധിക്കാൻ സൂപ്പർ ചെക്കിങ്ങിന് മന്ത്രി നിർദ്ദേശം നൽകി. ഇത്തരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ല എങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും പിഴ ഈടാക്കുമെന്നും ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകി. ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴത്തുക അടച്ചിട്ടില്ല എങ്കിൽ RC ബുക്കും ലൈസൻസും റദ്ദാക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ്. ട്രാഫിക് നിയമലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പലപ്പോഴും നിയമലംഘനത്തിന് ലഭിക്കുന്ന പിഴകൾ ആളുകൾ ഗൗരവമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് ഇടുന്ന പിഴ കൊടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പുതിയ നിയമം നടപ്പിലാക്കാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട്. ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുള്ള വ്യക്തി ഇത് സംബന്ധിച്ച് ലഭിച്ച ചലാനുകൾ 3 ദിവസം ഇലക്ട്രോണിക് വഴിയോ 15 ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. അതിനുശേഷം 45 ദിവസത്തിനുള്ളിൽ പിഴ അടക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ല എങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം. ഇതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ലൈസൻസ്, രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. 5 തവണ നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിച്ച അടക്കാത്ത വാഹനങ്ങളുടെ RC കരിമ്പട്ടികയിൽ പെടുത്തുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നിയമലംഘനം നടത്തുകയും 3 മാസം വരെ പിഴ അടക്കുകയും ചെയ്യാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് കരട് നിർദ്ദേശത്തിൽ പറയുന്നത്. ചുവപ്പ് സിഗ്നൽ ലംഘിക്കൽ, അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾ 3-ൽ അധികം തവണ ചലാൻ ലഭിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസം വരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരം ലഭിക്കും. നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. നിയമം ലംഘിക്കുന്നവരുടെ വാഹനങ്ങളുടെ വിവരങ്ങൾ വാഹന സാരഥി പോർട്ടലിലേക്ക് കൈമാറും. കൂടാതെ വർഷത്തിൽ 5-ഓ അതിലധികമോ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഇതിന് കേന്ദ്ര സർക്കാർ പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനുവരി 1 മുതൽ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കേന്ദ്ര നിയമം ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കേണ്ടി വരും. ലൈസൻസ് 3 മാസം വരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. RDOമാർക്കായിരിക്കും നടപടിയെടുക്കാനുള്ള അധികാരം. അതേസമയം 2026 ജനുവരി 1 മുമ്പ് നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ എണ്ണത്തിൽ ഉൾപ്പെടുന്നതല്ല. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഉടമയുടെ വാദം കേൾക്കാനുള്ള അവസരം നൽകുമെന്നും ചട്ടങ്ങളിലുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന നിയമത്തിൽ 24 നിയമലംഘനങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത്. പൊതുവഴിയിൽ വാഹനം നിർത്തിയിടൽ, അനധികൃത പാർക്കിംഗ്, വാഹന മോഷണം,
വാഹന യാത്രക്കാരെ മർദ്ദിക്കൽ, തടഞ്ഞുവെക്കൽ തുടങ്ങി 24 നിയമലംഘനങ്ങൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണമായി പറയുന്നു. അമിതവേഗം, ഹെൽമറ്റില്ലാതെ വാഹനമോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, സിഗ്നൽ വെട്ടിക്കൽ എന്നിവയും കുറ്റകൃത്യങ്ങളിലുണ്ട്. ചെറിയ കുറ്റങ്ങളെന്നോ വലിയ കുറ്റങ്ങളെന്നോ കണക്കാക്കാതെ 5-ൽ കൂടിയാൽ ഇനി മുതൽ നടപടിയെടുക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ